അപ്പം പതിവ് പോലെ വൈകുന്നേരം ചുമ്മാ വീട്ടിലോട്ടൊന്ന് വിളിച്ചതാട്ടോ. അപ്പം വിളിച്ച് കുറേ സംസാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം വെറുതെ ഞാൻ ചോദിച്ചു എന്നാ കഴിക്കാനെന്ന്. അപ്പം അമ്മ പറഞ്ഞു അവിടെ കപ്പയും പന്നിയാ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു. അപ്പം വേറെ ഒന്നും നോക്കിയില്ല, നേരെ തക്കുടൂനെയും അച്ചാച്ചേനെയും എല്ലാം കൂട്ടി ഞങ്ങൾ നേരെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് പോയി. പോയ വഴിക്ക് മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കാരണം നല്ല രസമായിരുന്നു കേട്ടോ. മഴയൊക്കെ ഉണ്ടെങ്കിൽ കോട്ടൊക്കെ ഇട്ട് അപ്പടി അലമ്പാവും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിൽ ചെന്ന വഴി കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അമ്മേടെ മകളുടെ സർക്കസ് ആട്ടോ. കുഞ്ഞു വാവാനായിട്ട് ഉണ്ണി വാവാവോന്ന് നിൽക്കുന്നത്. നിന്നെ അല്ല വെക്കുന്നത്, നീ വലിയ പെണ്ണായില്ലേ. അപ്പോൾ അതേ ഉണ്ണി വാവാവോ വയ്ക്കാത്തതിന് തക്കുടും അമ്മിനോട് വേണമെങ്കിൽ മുറിക്കകത്ത് കയറി വാതിൽ അടച്ചിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ താനെ ഇറങ്ങി ചെല്ലുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ കൊലുസ് കാണാണ്ട് പോയി. അപ്പോൾ ഒരു കൊലുസ് ഒരു കൈ പിടിച്ച് കളിച്ചുകൊണ്ട് നടന്നതാണ്, എവിടെയാ കൊണ്ടു വെച്ചതെന്ന് പുള്ളി മറന്നുപോയി. ലാസ്റ്റ് തപ്പി നടക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെറുതെ നോക്കിയത് അത് അവൾ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെത്താനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സ്റ്റാറായിട്ട് നടക്കുന്നേ കാണുന്നേ. കുറേ നേരം അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ കലാപരിപാടി ഇതാട്ടോ. കൊച്ചച്ചയുടെ വണ്ടിയുടെ പുറത്താണ് ഇന്ന്. അപ്പം അവൻ കൊണ്ടുപോകാൻ വേണ്ടി തേച്ചിട്ടായിരുന്ന ഷർട്ടൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നശിപ്പിച്ച് പറക്കി വെച്ചിട്ട് വേണ്ടേ ഇനി അടുത്തത് അവൻ്റെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം താമര ആമ്പലും ഒക്കെ അമ്മ നട്ടു വെച്ചായിരുന്നു, ഈ പരുവൊക്കെ വരെ എത്തി കേട്ടോ. അപ്പം യോഗ ചെയ്ത്തും കാര്യങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നു മകള്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാപ്പികുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പം അവിടെ അമ്മ ജോലി ചെയ്യുന്നിടത്ത് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തക്കുടൂന് ഐസ്ക്രീമൊക്കെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ പിന്നെ മേടിച്ചു കൊടുത്തിട്ടും കുറേ നാളായില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും പെണ്ണോട് ഒരു ഐസ്ക്രീം കഴിക്കാം, കോഫി കുടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കടയിൽ കയറി. അപ്പോൾ അച്ചാച്ചയ്ക്ക് അവിടെ ഒരു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചി അങ്ങോട്ട് പോയി. ആ സമയം കൊണ്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുവാണ്. പിന്നെ മകളുടെ വക ഓരോരോ കോപ്രായങ്ങൾ കാര്യങ്ങൾ എന്നെ കാണാൻ രസമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതുപോലെ ചുണ്ടലൊക്കെ ഇതിങ്ങനെ പറ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ നോക്കി ചിരിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ വന്ന വഴിക്ക് വീടിൻ്റെ അവിടെ ഇതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ തറയിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അപ്പോൾ ഒത്തിരി നേരം നിന്നൊന്നുമില്ല, നേരെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കണ്ണനോട് അച്ചാച്ചയുടെ ടൂൾ ബോക്സും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അതൊക്കെ എടുപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ ആ വഴിക്ക് കയറിപ്പോയി. തിരിച്ച് വന്നിട്ടേ ഞങ്ങൾ വീട്ടിലോട്ട് പോകുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പം വേണ്ടേ അവിടെ അമ്മയുടെ ഹോം സ്റ്റേയുടെ അവിടെ ഇങ്ങനെയാട്ടോ വ്യൂ, നല്ല ഭംഗിയാണ്. ഇവിടെ ഇപ്പോൾ പുല്ലും കാടും ഒക്കെ കയറി കിടക്കുക, അവിടെ ക്ലീൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും, പക്ഷെ നല്ല ഭംഗിയാട്ടോ കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് മകളുടെ ഓരോരോ പാട്ടും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ താഴെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാട്ടോ. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് നമുക്ക് ആ പൊന്മുടി ആ സൈഡ് ഫുള്ള് കാണാവേ. ഈ ടവറൊക്കെ നിൽക്കുന്ന അവിടെ പറമ്പിൻ്റെ അവിടെ. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അടിപൊളിയാട്ടോ. അച്ചാച്ചയും തക്കുടും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹോം സ്റ്റേയുടെ അവിടം വരെ വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഇവിടെ വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ടൊന്നും കയറി വന്നിട്ടില്ലാത്തത് കാരണം അമ്മ അവർക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പൊന്മുടിയുടെ ആ പ്രദേശങ്ങൾ ഫുള്ള് കാണാൻ പറ്റും. എനിക്ക് ഈ ക്യാമറയിൽ മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. എന്നാലും നമുക്കിവിടെ നല്ലാണ്ട് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും ആ സൈഡൊക്കെ ഫുള്ള് കാണാൻ പറ്റും. നല്ല രസമാട്ടോ അതിലൂടെ. അപ്പം ഞങ്ങൾ നേരെ വഴിക്ക് പോകാണ്ട് നേരെ പറമ്പിൽ കൂടെയൊക്കെ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഏലമൊക്കെ പുതിയതായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ആ വഴിക്കാട്ടോ കയറി വന്നേ. അപ്പോൾ അവിടെ പണിയാനോ 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ തക്കുടൂനെ കാണിച്ചൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ ഏലത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ അതിൻ്റെ വളമൊക്കെ ഇട്ടേക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഏലത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി പോന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ഈ മരത്തേക്കൂടെയൊക്കെ ഈ സൈസ് പുഴു ഉണ്ട് കേട്ടോ. ഇതൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു 2-3 ദിവസം പോയി നോക്കിയാൽ അതുപോലെ ചൊറിഞ്ഞു അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ രൂപം കണ്ടിട്ട്. ഈ മഴക്കാലം ആയതോടുകൂടി നമ്മുടെ ഇതിലൂടെയൊക്കെ നിറച്ചും ഇതുപോലത്തെ പുഴു കേട്ടോ, പറമ്പിൽ കൂടെ നിറച്ചും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീടെത്താറായി. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായിയാണ് അവിടുത്തെ ഫിൽറ്ററും കാര്യങ്ങളും ഓരോന്നൊക്കെ നോക്കിയാട്ടോ ഇറങ്ങി വരുന്നത്. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ അവിടുത്തെ ഗീസറിന് കംപ്ലയിൻറ്റ് വന്നിട്ട് അപ്പം ടെക്നീഷ്യൻ അത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും പരിസരമൊക്കെ പിന്നെയും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പുല്ലും കാര്യങ്ങളും ഒക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല.
അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് ഇറങ്ങി കണ്ടു നോക്ക്, നല്ല വൃത്തിയായി, നേരത്തെ പോലെ അല്ല. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലൂടെ ഈ ചരലിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് പുല്ല് പിടിക്കും. അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല നീറ്റായി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങി അതെല്ലാം കാണുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തക്കുടുവാണെങ്കിൽ അവളുടെ സൈഡ് ബിസിനസ് ഓരോന്നോരോന്ന് നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് ഓരോരോ പൂ പറിക്കലും മണ്ണ് വാരലും പരിപാടിയും ഒക്കെ ആയിട്ട് പുള്ളിക്കാരി ഓരോരോ കാര്യങ്ങൾ നടത്തുന്നു. അപ്പോൾ അച്ചാച്ചയുടെ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്ത അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്ന സാധനം കൊടുത്തില്ല, അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തക്കുടു അവിടെയും കണ്ട് മീൻ കണ്ടു എന്നും പറഞ്ഞ് അത് പിടിക്കാൻ പോവാട്ടോ. എന്നെ എടുക്കുവാ തക്കുടു? മാക്രീനെ കണ്ടിട്ടാണോ മീൻ പിടിക്കാൻ വരാൻ പറഞ്ഞേ? അച്ഛ കൊറേ പിടിച്ചു മതീന്ന്. കൊറേ ഉണ്ട്, മതി കേറി വാ. ഉടുപ്പ് നനച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മ അടി വെച്ച് തരുവേ. കിറ്റി എന്താണ് മീൻ പിടിക്കാൻ വരാത്തന്നെ? പിന്നെ വടാ കേട്ടോ, ഇപ്പം തുറന്നു വിടാട്ടോ. കേട്ടു കേട്ടു, തുറന്നു വിടാമെന്ന്. ഇത്രയും മീമിന് കിട്ടിയോ? കുട്ടിക്കാരനല്ല, ആരാ മീമിനെ പിടിച്ചു? പൊന്നു തന്നെയാണ് പിടിച്ച. അയ്യേ മേത്തോടെ ആക്കും വെള്ളം. അയ്യടാ രസമുണ്ടല്ലേ. എടാ കെപ്പി കുഞ്ഞുങ്ങളാ, കെപ്പി. പക്ഷെ അതിലൂടെ വെള്ളമാക്കല്ലേ. മണ്ണിരാനൊക്കെ അവളെന്നെ കേട്ടിക്കട്ടെ. അപ്പം അതേ തക്കുടുവിന് മീമീനെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ച കുഞ്ഞ് കുളമൊക്കെ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ അകത്തേക്ക് വെള്ളം പിടിച്ചൊഴിക്കലാണ് ഞങ്ങളുടെ ജോലി. പിടിക്കാനല്ല, അതിനെ കാണാനാ അച്ഛൻ ഉണ്ടാക്കി തന്നെ. പിടിക്കാനാ? ഇല്ല, ഇവിടം വരെ വരുമ്പോഴത്തേക്ക് ആ മീനിനെ പകുതിയും കളയോ? അപ്പം അതേണ്ടേ മീൻപിടുത്തവും കുളംകുത്തലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ദേ കാപ്പിയൊക്കെ കുടിച്ച് ചക്കപ്പുഴുക്കും ചിക്കനും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ദേ തിരിച്ച് അടിമാലിക്ക് പോവാം കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം.